ക്രൈസ്തവ സഭകളോട് എന്തുമാകാമെന്ന ധിക്കാരമാണ് മുഖ്യമന്ത്രിക്കെന്ന് കേരള കൗൺസിൽ ഓഫ് ചർച്ചസ്. ആനപ്പുറത്ത് നിന്ന് ഇറങ്ങേണ്ടി വരുമെന്ന കാര്യം മുഖ്യമന്ത്രി ഓർമ്മിക്കണമെന്ന് കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് ജനറൽ സെക്രട്ടറി പറഞ്ഞു. അദ്ദേഹം ക്രൈസ്തവ ബിഷപ്പുമാരെ മോശമായ ഭാഷയിൽ അവഹേളിക്കുന്നു. എന്നാൽ സമസ്തയിലോ അല്ലെങ്കിൽ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയോ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഒരക്ഷരം അദ്ദേഹം ഉരിയാടിയിട്ടില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ചിലരെ അദ്ദേഹം ഭയപ്പെടുകയും ക്രൈസ്തവ സമൂഹത്തോട് എന്തും കാട്ടാം എന്ന ധിക്കാരപരമായ ഒരു നടപടിയായിട്ട് മാറുകയും ചെയ്യുകയാണ്. അതിൻ്റെ പ്രതിഫലനം തെരഞ്ഞെടുപ്പുകളിലുണ്ടാകും. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ വോട്ടുകൾ കേരളത്തിലെ മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും നിർണായകമാണ്. അതുകൊണ്ട് ആനപ്പുറത്തിരിക്കുമ്പം ആരും കടിക്കില്ല എന്നൊരു ചിന്ത, ഈ ആനപ്പുറത്തു നിന്ന് ഇറങ്ങേണ്ടി വരും, ജനങ്ങളുടെ മുൻപിൽ എത്തേണ്ടി വരും എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. CK അഭിലാലാണ് വിവരങ്ങളുമായി. അഭിലാൽ, രൂക്ഷമായ പ്രതികരണമാണ് മുഖ്യമന്ത്രിക്കെതിരെ ഈ കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഈ കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് എന്നത് എത്രത്തോളം സംഘടിതമായൊരു സംവിധാനമാണ്? തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നൽകും എന്തടക്കം എന്തൊക്കെ കാര്യങ്ങളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്? ഭരണാധികാരികൾ ഏകാധിപതികളാകാൻ പാടില്ലെന്നും വിമർശനത്തെ ഉൾക്കൊള്ളാതിരിക്കുന്നതാണ് ഏകാധിപതികളുടെ സ്വഭാവവും ലക്ഷണവുമെന്നും വാർത്താക്കുറിപ്പിറക്കിയ കൗൺസിൽ ഓഫ് ചർച്ചസ് ഭാരവാഹികൾ ഇന്ന് നിലപാട് കുറച്ചുകൂടി ശക്തിപ്പെടുത്തുകയും കനപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സമസ്തയുടെ വിമർശനങ്ങളോട് മുഖ്യമന്ത്രിക്ക് മൗനമാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സർക്കാരിനെയോ ഇടതുപക്ഷത്തെയോ വിമർശിച്ചാൽ മറുപടി പറയാൻ മുഖ്യമന്ത്രിക്ക് നാവ് പൊങ്ങില്ല. അതേസമയം ക്രൈസ്തവ സഭകളോട് എന്തും ആകാമെന്നുള്ള ധിക്കാരപരമായ സമീപനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. കൂർലോസ് തിരുമേനിയെ വിമർശിച്ചത് അത്തരം സാഹചര്യത്തിലാണ് എന്നുള്ളതാണ് കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ നിലപാട്. ഇത്തരം നിലപാടുകൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ള ഒരു താക്കീത് കൂടി കൗൺസിൽ ഓഫ് ചർച്ചസ് നൽകുന്നുണ്ട്. ആനപ്പുറത്തിരിക്കുമ്പോൾ നായികയെ പേടിക്കേണ്ടതില്ല എന്ന് കരുതുന്നവർ നാളെ താഴെ ഇറങ്ങേണ്ടി വരുമെന്നുള്ള ചിന്ത കൂടി വെച്ച് പുലർത്തേണ്ടതാണ് എന്നും കൗൺസിൽ ഓഫ് ചർച്ചസ് പറയുന്നുണ്ട്. ക്രൈസ്തവ സമൂഹത്തിൻ്റെ പൊതുവായ വിഷയങ്ങളും പരിഹാര മാർഗങ്ങളും സംബന്ധിച്ച ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ഒരു വർഷത്തിലധികമായിട്ടും ഒരു നടപടിയും സ്വീകരിക്കാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ ക്രൈസ്തവ സമൂഹം വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നതിൻ്റെ സൂചനകൾ കൂടി കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ ഭാരവാഹി ജനറൽ സെക്രട്ടറി ഡോക്ടർ പ്രസാദ് P. തോമസിൻ്റെ പ്രതികരണത്തിൽ ഉണ്ട്. പൊതുവെ ക്രൈസ്തവ വിഭാഗങ്ങളുടെ ഒക്കെ തന്നെ ഒരു കൂട്ടായ സംഘടന എന്നുള്ള തരത്തിലാണ് ഇവയുടെ പ്രവർത്തനം കഴിഞ്ഞ കാലയളവിലൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത്. വിവിധ മത സംഘടനകളുടെ കൂടി അഭിപ്രായ രൂപീകരണത്തിന് ശേഷമാണ് കൗൺസിൽ ഓഫ് ചർച്ചസ് ഭാരവാഹിയുടെ പ്രതികരണം വന്നിട്ടുള്ളത്.